റിപ്പോർട്ടർ ബ്രേക്കിംഗ് പ്ലീഡർ നിയമനത്തിൽ നിലപാട് കടുപ്പിച്ച് KSU സംസ്ഥാന അധ്യക്ഷൻ രംഗത്ത്. ജിയോണ ജെയിംസിന്റെ SFI പശ്ചാത്തലം ചൂണ്ടിക്കാട്ടി മുതിർന്ന നേതാക്കൾക്ക് പരാതി നൽകാനാണ് തീരുമാനം. വിവാദത്തിലെ പരസ്യ ചർച്ചകൾ ഒഴിവാക്കും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ മുതിർന്ന നേതാക്കളിൽ നിന്നും അനുകൂല ഇടപെടൽ ഉണ്ടാകുമെന്നാണ് അലോഷ്യസ് സേവറിന്റെ പ്രതീക്ഷ. അറോഷിപാൽ വിവരങ്ങളുമായി. അലോഷ്യസ് സേവർ ഇപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ ജിയോണയുടെ കാര്യത്തിൽ ഇനി നിലപാട് മാറ്റാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു കഴിഞ്ഞു. ജിയോണയുടെ പേര് ആരാണ് ശുപാർശ ചെയ്തതെന്നുള്ള കാര്യവും കേരളം കേട്ടുകഴിഞ്ഞതാണ്. അപ്പോൾ കോൺഗ്രസ് MP-യിൽ നിന്നും വന്നിരിക്കുന്ന ശുപാർശയ്ക്ക് അനുസരിച്ച് മാത്രമല്ല, കുറച്ചു കാലമായി ജിയോണ ഈ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൂടിയാണ്. അപ്പോൾ എന്താണ് ഇനി അലോഷ്യസ് സേവ്യർ നടത്താൻ പോകുന്ന നീക്കം? സ്മൃതി, ഇന്നലെ വൈകിട്ടോടെയാണ് ജിയോണ ജെയിംസിനെ GP പദവിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറും KSU സംസ്ഥാന ഭാരവാഹികളും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിക്ക് ജിയോണ കഴിഞ്ഞ കാലങ്ങളിൽ ഹൈക്കോടതിയിൽ CPM-ന് വേണ്ടി ഹാജരായ കേസുകളുടെ വിശദാംശങ്ങൾ കൂടി കൈമാറിയിരുന്നു. മാത്രവുമല്ല, ജിയോണ GPI ചുമതലയേൽക്കുമ്പോൾ AGക്ക് മുന്നിൽ എത്തിയ ഘട്ടത്തിൽ SFI നേതാക്കളും ഒപ്പം ഉണ്ടായിരുന്നു എന്നത് ചൂണ്ടിക്കാട്ടുന്ന ചില ഫോട്ടോകളും മുഖ്യമന്ത്രി കൈമാറി. അതുകൊണ്ട് SFI പശ്ചാത്തലത്തിൽ SFI-യുമായി ഇപ്പോഴും ആഭിമുഖ്യം തുടരുന്ന ജിയോണയെ ആ പദവിയിൽ തുടരാൻ അനുവദിക്കരുത് എന്ന നിലപാടിൽ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ തീരുമാനം മാറ്റമില്ലെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ മറുപടി നൽകുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് മുതിർന്ന നേതാക്കളെ നേരിട്ട് കണ്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് നൽകാനും ഈ തെളിവുകൾ അവരെ കാണിക്കാനും വേണ്ടി KSU സംസ്ഥാന കമ്മിറ്റി ആലോചിക്കുന്നത്. ഏതായാലും അലോഷ്യസ് സേവ്യർ മുതിർന്ന നേതാക്കളുടെ പിന്തുണയും അവരുടെ ഇടപെടലുമാണ് പ്രതീക്ഷിക്കുന്നത്. പരസ്യമായ ഒരു ചർച്ച ഇനി ആവശ്യമില്ല. അനാവശ്യമായ തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടതില്ല എന്ന തീരുമാനം നേതാക്കൾ തമ്മിൽ എടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, ഈ കാര്യത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇടപെട്ട് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും പക്ഷം പിടിച്ചുള്ള ചർച്ചകളും പരസ്യ പ്രസ്താവനകളും നടത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു അനുനയ നീക്കം നടന്നത്. ഏതായാലും നിലപാടിൽ ഉറച്ച് സംസ്ഥാന അധ്യക്ഷൻ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി മുതിർന്ന നേതാക്കൾ പിന്തുണയ്ക്കുമോ, അവർ കൂടി വിഷയത്തിൽ ഇടപെട്ട് മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. സ്മൃതി, അറോഷിപാലാണ് വിവരങ്ങൾ.